ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. പലരുടെയും അഭിപ്രായം മാനിച്ച് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ചില ബെഡ് ടൈം സ്റ്റോറീസ് പറയാമെന്ന് കരുതി. എൻ്റെ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് മോശം സമയം വരുമ്പോൾ രണ്ട് തരം ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഒന്ന്, ആ സമയത്ത് നമ്മളെ വേദനിപ്പിക്കുന്നവർ. മറ്റൊന്ന്, ആരെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാത്ത ചിലർ ചിലപ്പോൾ ഒരിട്ട് ആശ്വാസം പകർന്നെന്നിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നവരിൽ പലരും ആപത്ഘട്ടത്ത് നമ്മളോടുണ്ടായെന്നിരിക്കില്ല. എങ്കിലും വിധി നമുക്ക് വേണ്ടി ചിലരെ കരുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്യത്തെ വ്യക്തമാക്കുന്ന ഒരു കഥയാണ് ഞാൻ ഇന്ന് കുട്ടികൾക്ക് വേണ്ടി പറയുന്നത്. ദേശാടന പക്ഷികളെ കുറിച്ച് കേട്ടിട്ടില്ലേ? കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു കൂട്ടം പക്ഷികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കും അവിടെ നിന്ന് തിരിച്ചും സഞ്ചരിക്കാറുണ്ട്. ദേശാടനത്തിന് പോയ ഒരു കൂട്ടം പക്ഷികളിൽ ഒരു പക്ഷിക്ക് ചിറകിന് അല്പം തളർച്ച തോന്നി. സമുദ്രത്തിന് മുകളിലൂടെ ഏകദേശം പകുതി വഴിയേ പിന്നിട്ടുള്ളൂ. ആ സമയത്ത് വിശ്രമിക്കാമെന്ന് കരുതിയാൽ സമുദ്രത്തിൽ കരയെവിടെ? അങ്ങ് ദൂരെയുള്ള ഒരു ദ്വീപാണ് ഇടത്താവളം. അവിടെ നിന്നാണ് ആഹാരവും വിശ്രമവും തുടർ യാത്രയും. അവിടേക്ക് എത്തണമെങ്കിൽ ഇനിയും മൈലുകളോളം യാത്ര ചെയ്യണം. ആ പക്ഷി പാതി വഴിക്ക് തളർന്നു വീഴുമെന്ന് തോന്നി. കൂടെയുള്ള പക്ഷികൾ ആ തളർന്ന പക്ഷിയെ ആശ്വസിപ്പിച്ചു. അവർ കുറച്ചുകൂടി താന്ന് പറക്കാനൊക്കെ ശ്രമിച്ചു. അവർക്ക് അവളെ താങ്ങണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അവൾ അവരോടായി പറഞ്ഞു, ഇനി എനിക്ക് പറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ചിറകുകൾ തളർന്നു, ഞാൻ കുഴഞ്ഞു. ഈ മഹാസമുദ്രത്തിൽ മരണപ്പെടാനായിരിക്കും എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞ് ശരിക്ക് വിലപിക്കുകയും കരയുകയൊക്കെ. എൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പാതി വഴി ഉപേക്ഷിച്ചിട്ട് ഞാൻ വിടവാങ്ങണമല്ലോ എന്നോർത്ത് കരഞ്ഞു. നിങ്ങൾ പൊയ്ക്കോളൂ, ഈ നിലയില്ലാ കയത്തിൽ വീണ് എൻ്റെ ജീവൻ ഒടുങ്ങട്ടെ. അവർക്കിത് കേട്ടിട്ട് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ആ കിളിയെ ഉപേക്ഷിച്ച് പറന്നുയർന്നു. അപ്പോഴേക്കും ആ കിളി തളർന്ന് കടലിലേക്ക് വീണിരുന്നു. ചിറകുകൾ നനഞ്ഞു കുതിർന്നു. തണുപ്പ് മൂലം ശരീരം മരവിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിലൂടെ ഒന്ന് മിന്നി മറഞ്ഞു. ഇനി അവരെ ഒരിക്കലും എനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചു. അവസാനമായി അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. അപ്പോഴേക്കും കഴുത്തോളം കടലിൽ മുങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു തിമിംഗലം ദൂരത്തായി ഉണ്ടായിരുന്നു. ആ തിമിംഗലം, നീലത്തിമിംഗലം, പതിയെ ഈ കിളിയുടെ അടിയിലേക്ക് വന്നിട്ട് സാവകാശം ഒന്നുയർന്നു. തളർന്ന് നനഞ്ഞ ചിറകുകളുമായി ആ ദേശാടന കിളി ഇപ്പോൾ തിമിംഗലത്തിൻ്റെ വിശാലമായ ദേഹത്ത് തളർന്ന് കിടക്കുന്നു. ആ കിളിയെയും വഹിച്ചുകൊണ്ട് തിമിംഗലം ആ ദ്വീപിനെ ലക്ഷ്യമാക്കി കുതിച്ചു. വെള്ളത്തിന് മുകളിലൂടെ ഒരു പാറക്കഷണം ഒഴുകുന്നതായിട്ട് കണ്ടാൽ നമുക്ക് തോന്നുമായിരുന്നു. ഒരു പാറ ഒഴുകി പോകുന്നത് പോലെ തിമിംഗലം ഈ പക്ഷിയും കൊണ്ട് ഒഴുകിപ്പോയി. മേഘങ്ങളൊക്കെ മാറി, ആകാശം വെളുത്തു, സൂര്യകിരണങ്ങളെല്ലാം പതിക്കാൻ തുടങ്ങി. സൂര്യൻ്റെ ചൂടേറ്റപ്പോൾ ഈ കുഞ്ഞിക്കിളിയുടെ ചിറകുകൾ ഉണങ്ങി. അവൾ പതിയെ ചിറകൊന്ന് കുടഞ്ഞു. അപ്പോഴതിന് മനസ്സിലായി അതിൻ്റെ ക്ഷീണമൊക്കെ മാറിയിരിക്കുന്നു. അപ്പോഴേക്കും തിമിംഗലം ഏതാണ്ട് ദ്വീപിനടുത്തെത്തിയിരുന്നു. ആ കിളിയുടെ കണ്ണിൽ നിന്ന് ഒരു നുള്ളി കണ്ണുനീര് തിമിംഗലത്തിൻ്റെ ദേഹത്ത് പതിച്ചു. അതിനുശേഷം അത് കൊക്കുകൊണ്ട് ചെറുതായി തിമിംഗലത്തിൻ്റെ ദേഹത്തൊന്ന് ഉരസി. അപ്പോൾ തിമിംഗലം ഒന്ന് രോമാഞ്ചം കൊണ്ടു. ആ രോമാഞ്ചം സ്നേഹത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ സഹായത്തിൻ്റെയോ സഹതാപത്തിൻ്റെയോ ഒക്കെ ആയിരിക്കാം. തിമിംഗലം അവിടെ നിന്ന് പോകുന്നത് വരെ ആ കിളി അവിടെ തന്നെ വട്ടമിട്ട് പറന്നുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തിമിംഗലം കടലിൻ്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. കൂടെ പറന്നിരുന്ന കിളികൾ ആ ദ്വീപിലെത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കുഞ്ഞിക്കിളി ആ ദ്വീപിലെത്തി. കായ്കനികളൊക്കെ ഭക്ഷിച്ചു. തീരത്തുള്ള ഒരു മരക്കൊമ്പിൽ ചെന്ന് മറ്റു പക്ഷികളെയും കാത്തിരിക്കാൻ തുടങ്ങി. ഇതാണ് കഥ. കഥ ഇഷ്ടപ്പെട്ടോ? ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നവരിൽ പലരും ആപത്ത് ഘട്ടത്ത് നമ്മളെ കൂടെ ഉണ്ടായിരിക്കില്ല. എങ്കിലും
വിധി നമുക്കായി ചിലരെ നിയോഗിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഒന്ന് വിശ്വസിച്ചോളൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തീർച്ചയായും ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്ക് തന്നെ ലഭിച്ചെന്നിരിക്കും. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.